സാധിക്കുക. ലിബീഷ്. ശരി കാളിദാസ്, എന്തായാലും വിനേഷ് ഫോഗട്ടിന്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിൽ തുടർചലനങ്ങൾ ഉറപ്പാണ്. വിരമിക്കൽ പ്രഖ്യാപനം പെട്ടെന്നുള്ളൊരു മാനസികാവസ്ഥയിലാകാമെന്നാണ് ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ സെക്രട്ടറി പ്രസൂദ് വി എൻ അഭിപ്രായപ്പെടുന്നത്. ജയവും പരാജയവും കായിക മേഖലയുടെ ഭാഗമാണെന്നും അദ്ദേഹം കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ഒരു മാനസികാവസ്ഥയായിരിക്കും വിനീഷ് ഫോഗട്ട് ഇങ്ങനെ വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാര്യം വിനീഷ് ഫോഗട്ടിനെ വളരെ വളരെ ആത്മാർത്ഥമായിട്ട് ഫീൽഡിൽ നിൽക്കുന്ന, ജയവും തോൽവിയും ഒരു മത്സരത്തിൽ കൂടെ ഉള്ളതാണ്. അത് നിയമങ്ങൾ അനുസരിച്ചാണ്. നമുക്കറിയാം PT ഉഷ 100-ലൊരു അംശത്തിൽ ബ്രോൺസ് നഷ്ടപ്പെട്ടപ്പോൾ ഇന്നും നമ്മൾ വിഷമിക്കുന്നില്ലേ? അതാണ് ആ നിയമം. അതാണ് വളരെ ഇലക്ട്രോണിക്സ് മീഡിയ വളരെ വളരെ ചികഞ്ഞെടുത്താണ് തീരുമാനമുണ്ട്. അതേപോലെ നിരവധി കായിക താരങ്ങൾക്ക്, ഷൈനി ആദ്യമായിട്ട് സെമി ഫൈനലിൽ കയറി ഒളിമ്പിക്സിൽ ട്രാക്ക് മാറിപ്പോയില്ലേ? അനുഭവങ്ങളുണ്ടായി, ഒരുപാട് അനുഭവമുണ്ട്. ഇതും നിയമം അനുസരിച്ച് രാത്രി തൊട്ട് വെയിറ്റ് കുറയ്ക്കുന്ന വിനീഷിനും വിനീഷിന്റെ കോച്ചിനും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. വെയിറ്റ് കറക്റ്റായി കാണിച്ചില്ലെങ്കിൽ പുറത്താകും. മത്സരത്തിൽ നിന്നാണ് പുറത്താകുന്നത്. അത് നിയമം എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ ഇത് സംഭവിച്ചപ്പോഴാണ് നമുക്കൊരു ഷോക്ക്. അതും ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഷോക്ക്. അത് മാനസികമായിട്ട് ഒരു അവസ്ഥയാണ്. പക്ഷെ നിയമത്തിൽ നിന്ന് നോക്കുമ്പോൾ, അതിന്റെ റൂൾ ആൻഡ് റെഗുലേഷൻ നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എതിരെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അതാണ് സംഭവിച്ചത്. അതിന്റെ ഒരു ആഘാതം ആ കുട്ടിക്ക് ഇപ്പോഴും കാണാം. കാര്യം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കോച്ചിനും സപ്പോർട്ടിംഗ് സ്റ്റാഫിനും വിനീഷിനും അറിയാം.